ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ വേണ്ടതുപോലെ ഒരുങ്ങിയവരാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴെല്ലാം നിന്നെ തന്നെ നീ ബലിയായി ഈശോയ്ക്ക് സമർപ്പിക്കണം. അടുത്തടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ്. കാരണം മനുഷ്യരുടെ കൂടെ വസിക്കുക ഈശോയ്ക്ക് ആനന്ദമാണ്. ദുഷ്ടാരൂപി നിന്നിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചിന്തകൾ കൊണ്ടുവന്നേക്കാം. ചിലർ പറഞ്ഞേക്കാം, ബഹുമാനാധിക്യം കൊണ്ടാണ് ഞാൻ ഈശോയെ സ്വീകരിക്കാത്തതെന്ന്. അവർ പറയുന്നത് ശരിയാകാൻ സാധ്യതയില്ല. ഉദാസീനത കൊണ്ടാണ് അവർ ഈശോയെ സ്വീകരിക്കാത്തത് എന്ന് വേണം സംശയിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങാണ് എൻ്റെ ആത്മാവിൻ്റെ ജീവൻ. അങ്ങേക്ക് വേണ്ടിയും അങ്ങ് വഴിയും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴണമേ. വേണ്ടവിധ ഒരുക്കത്തോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.